പണ്ടൊക്കെ എത്രങ്ങാനും സമയം ഉണ്ടായിരുന്നു. ഇന്നാണെങ്കിൽ ഒന്നിനും സമയം തികയുന്നില്ല. 24 മണിക്കൂറൊക്കെ ഉണ്ടെന്നേ തോന്നുന്നില്ല. നമ്മളെപ്പോഴെങ്കിലും ചിന്തിക്കാറുണ്ടാവും അല്ലേ, ശരിക്കും ഇപ്പോൾ 24 മണിക്കൂർ ഇല്ലേ? പിന്നെ എന്താണ് നമുക്ക് ഇങ്ങനെ സമയമില്ലാത്തതായിട്ട് തോന്നാറ്? അതിനൊരുപാട് കാരണങ്ങളുണ്ട്. ബട്ട് അതിൽ ഏറ്റവും ഡേഞ്ചറസ് ആണ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു കാര്യമാണ്. അത് നിങ്ങളോട് കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ യുവർ ബ്രദർ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ ഗ്രേറ്റ് എപ്പിസോഡ്. സമയം കുറവാണ് എന്ന് നമുക്ക് തോന്നാനായിട്ട് കാരണമാകുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് നമ്മളുടെ അറ്റൻഷൻ അഥവാ ശ്രദ്ധ. ഇന്ന് നമ്മളുടെ ശ്രദ്ധ കുറയാനായിട്ട് ഏറ്റവും വലിയ കാരണം നമ്മളുടെ ഫോൺ, കമ്പ്യൂട്ടർ, TV ഇതുപോലുള്ള ഡിവൈസസ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലേ. ബട്ട് അത് എങ്ങനെയാണ്? ഉത്തരം സിമ്പിളാണ്, ഇൻഫോർമേഷൻ ഓവർലോഡ്. നമ്മൾ ഇന്ന് ജീവിക്കുന്നത് തന്നെ ഇൻഫോർമേഷൻ ഏജ്, അതായത് ഇൻഫോർമേഷൻ യുഗത്തിലാണ്. എല്ലാം നമ്മളുടെ വിരൽത്തുമ്പിൽ തന്നെയുണ്ട്. നമുക്ക് ആവശ്യമായ വിവരങ്ങളെല്ലാം തന്നെ ഏതാനും നിമിഷങ്ങൾക്കകം നമ്മളുടെ കൺമുന്നിലെത്തും. പക്ഷേ ഒന്ന് ചിന്തിച്ച് നോക്കൂ, ശരിക്കും നമ്മളുടെ മുന്നിലെത്തുന്ന എല്ലാ വിവരങ്ങളും നമുക്ക് ആവശ്യമുള്ളത് തന്നെയാണോ? അധികം ആലോചിക്കാതെ തന്നെ നമുക്ക് പറയാൻ പറ്റും അല്ല എന്ന്. യൂട്യൂബിലാവട്ടെ, ഇൻസ്റ്റഗ്രാമിലാവട്ടെ, മറ്റേത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലാവട്ടെ, നമുക്ക് ആവശ്യമുള്ളതിനേക്കാൾ ആവശ്യം ഇല്ലാത്ത ഇൻഫർമേഷൻസ് ആണ് വരുന്നത്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, അതിനെന്താ പ്രശ്നം, നമുക്ക് വേണ്ടാതെ അങ്ങോട്ട് അവോയ്ഡ് ചെയ്താൽ പോരെ എന്ന്. എന്നാൽ അത് പോരാ. എന്താണ് അതിന് കാരണം എന്നല്ലേ? ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോളൂ. അമേരിക്കൻ കനേഡിയൻ ന്യൂറോ സയൻറ്റിസ്റ്റും കൊഗ്നിറ്റീവ് സൈക്കോളജിസ്റ്റുമായ ഡാനിയൽ ജെ ലെവിറ്റിൻ പറയുന്നത് പ്രകാരം ഇങ്ങനെ ഇൻഫർമേഷൻ ഓവർലോഡ് ആവുന്നത് കാരണം നമുക്ക് നമ്മളുടെ ഡെയിലി ലൈഫിൽ ഏത് കാര്യത്തിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്ന് തീരുമാനിക്കാനായിട്ട് കഴിയാതെ വരും എന്നാണ്. മാത്രമല്ല, ഇത് സ്ഥിരമായ ഡിസ്ട്രാക്ഷൻസിലേക്കും ഡിസിഷൻ മേക്കിംഗ് സ്ട്രെസ്സിലേക്കും നയിക്കുകയും ചെയ്യും. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളുടെ ബ്രെയിനിലേക്ക് സ്ഥിരമായിട്ട് ഡിസ്ട്രാക്ഷൻസ് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇൻ്റർനെറ്റിൽ നിന്നും സോഷ്യൽ മീഡിയയിൽ നിന്നും ഒരു നെവർ എൻഡിങ് ഫ്ലോ പോലെയാണ് ഇൻഫോർമേഷൻസ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരുപാട് ഇൻഫോർമേഷൻസ് പ്രോസസ്സ് ചെയ്യുമ്പോൾ നമ്മളുടെ ബ്രെയിൻ മൾട്ടി ടാസ്കിങ് ചെയ്യുകയും കോർട്ടിസോൾ, അഡ്രിനാലിൻ പോലെയുള്ള സ്ട്രെസ് ഹോർമോൺസ് റിലീസ് ആവുകയും അതുവഴി മെൻ്റലി ആൻഡ് ഫിസിക്കലി നമ്മൾ സ്ട്രെസ്ഡ് ആവുകയും ചെയ്യും. ഡെഫിനറ്റ്ലി അതുകൊണ്ട് നമുക്ക് ദിവസം മുഴുവനും ക്ഷീണവും അനുഭവപ്പെടും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ സ്ക്രോളിങ്ങിനിടയ്ക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ഡിസിഷൻസ് എടുക്കേണ്ടി വരും. ഇങ്ങനെ ഒരുപാട് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഡിസിഷൻസ് എടുക്കുന്നത് പലപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾക്ക് ഡിസിഷൻ എടുക്കുമ്പോൾ നെഗറ്റീവായിട്ട് അതിനെ ബാധിക്കാനും സാധ്യതയുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, മാർക്ക് സക്കർബർഗും സ്റ്റീവ് ജോബ്സും എല്ലാം മിക്കവാറും ഒരേ തരത്തിലുള്ള ഒരേ കളർ പാറ്റേണിലുള്ള വസ്ത്രങ്ങളാണ് ധരിക്കാറ്. ഇതവർ ചുമ്മാ ചെയ്യുന്നതല്ല. ഇതൊരു ദിവസം ഏത് ഡ്രസ്സ് ഇടണം എന്ന് ആലോചിച്ച് തീരുമാനം എടുക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഇതുകൊണ്ടാണ് അവർക്ക് വലിയ വലിയ പ്രൊജക്ട്സ്, ഐഡിയാസ് എന്നിവയിലെല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടി വരുമ്പോൾ അവിടെ കൂടുതൽ പ്രൊഡക്റ്റീവ് ആവാനായിട്ട് സാധിക്കുന്നത്. ബാക്കി കാര്യങ്ങൾ പറയുന്നതിന് മുമ്പായിട്ട് ഞാനിപ്പോൾ കുക്കു FM-ലൂടെ ഒരുപാട് ഓഡിയോ ബുക്സ് കേൾക്കാറുണ്ട്. ബോത്ത് ഫിക്ഷൻ ആൻഡ് നോൺ ഫിക്ഷൻ. റൂത്തിൻ്റെ ലോകം, ഫ്രാൻസിസ് ഇറ്റിക്കോര, ബാല്യകാല സഖി, അങ്ങനെ തുടങ്ങി 1000-ലധികം ഓഡിയോ ബുക്സ് ഇതിൽ അവൈലബിൾ ആണ്. ആൻഡ് എവറി മന്ത് പുതിയ 20ഓളം ബുക്സ് നമ്മളുടെ ലാംഗ്വേജിൽ അപ്ലോഡ് ആവുന്നുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇവരുടെ അവതരണമാണ്. ഭയങ്കര രസമാണ് കേട്ടിരിക്കാനായിട്ട്. സോ ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു 7 ഡേ ഫ്രീ ട്രയൽ പീരീഡ് കിട്ടും. ഈ 7 ദിവസം നിങ്ങൾക്ക് കുക്കു FM-ൽ ഫുൾ ഓഡിയോ ബുക്സും ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. സോ ആദ്യമായിട്ടാണ് കുക്കു FM ഇങ്ങനെ ഒരു ഓഫർ കൊണ്ടുവരുന്നത്. സോ അത് മാക്സിമം യൂസ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും സബ്സ്ക്രിപ്ഷൻ ക്യാൻസൽ ചെയ്യാനും പറ്റും. ഇൻട്രസ്റ്റ് ഉള്ളവർ ഡൗൺലോഡ് ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും അതേപോലെ പിൻഡ് കമൻറ്റിലും കൊടുക്കുന്നുണ്ട്. ബാക്ക് ടു വീഡിയോ. ഇൻഫർമേഷൻ ഓവർലോഡ് നമ്മളുടെ ജീവിതത്തിൻ്റെ മറ്റ് പല മേഖലകളെയും പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ട്. അവർ ലേണിംഗ് ആൻഡ് മെമ്മറി. നമ്മൾ ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇൻഫർമേഷൻ ഓവർലോഡ് ഏറ്റവും അധികം ബാധിക്കുക നമ്മളുടെ ലേണിംഗ് കപ്പാസിറ്റിയാണ്. ബ്രെയിൻ ഓവർലോഡ് ആയിരിക്കുമ്പോൾ പുതിയ ഇൻഫർമേഷൻസ് എൻകോഡ് ചെയ്യാൻ കഴിയാതെ ആവുകയും അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻഫർമേഷൻസ് ശരിക്കും റീറ്റെയിൻ ചെയ്യാനോ റീകോൾ ചെയ്യാനോ കഴിയാതെ ആവുകയും ചെയ്യുന്നു. കുട്ടികളുടെ സ്ക്രീൻ ഉപയോഗം ഇങ്ങനെയാണ് അവരുടെ പഠനത്തെ ബാധിക്കുന്നത്. നമ്മൾ എൻകോഡ് ചെയ്യുന്ന അല്ലെങ്കിൽ പഠിച്ചു വയ്ക്കുന്ന കാര്യങ്ങൾ ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്നും ലോങ് ടേം മെമ്മറിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയും ഇൻഫർമേഷൻ ഓവർലോഡ് തടസ്സപ്പെടുത്തുന്നുണ്ട്. ഇതുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയാൽ പോലും ഭാവിയിൽ അത് ഓർമ്മിച്ചെടുക്കാനായിട്ട് കഴിയണം എന്നില്ല. അടുത്തത് പ്രൊഡക്ടിവിറ്റി ആൻഡ് ക്രിയേറ്റിവിറ്റി. മൾട്ടി ടാസ്കിങ് നമ്മളുടെ പ്രൊഡക്ടിവിറ്റി കുറയ്ക്കും എന്ന് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇൻഫർമേഷൻസ് ഓവർലോഡ് ആകുന്നതും പല കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പോകുന്നതും ഇത്തരത്തിൽ നമ്മളുടെ പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കും. നമ്മുടെ വർക്ക് ക്വാളിറ്റിയും എഫിഷ്യൻസിയും കുറയ്ക്കുകയും ചെയ്യും. വളരെ നോവലായ ഐഡിയാസ് കൊണ്ടുവരാൻ കഴിയുന്നതിനാണല്ലോ നമ്മൾ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. ക്രിയേറ്റീവായ ഐഡിയാസ് ഉണ്ടാവാനായിട്ട് മെൻ്റൽ സ്പേസ് വളരെ അത്യാവശ്യമാണ്. മാത്രമല്ല, ഇടമുറിയാതെ ശാന്തമായിട്ട് ചിന്തിക്കാനും സാധിക്കണം. എന്നാൽ ബ്രെയിൻ ഓവർലോഡ് ഇവിടെയും വില്ലനാവും. നമ്മുടെ ബ്രെയിനിൽ ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ടാകുമ്പോൾ കോൺസ്റ്റൻ്റ് ആയിട്ട് പല കാര്യങ്ങൾ നമ്മളെ ചിന്തകളിലേക്ക് വരികയും അങ്ങനെ ക്രിയേറ്റീവ് തിങ്കിങ്ങിനുള്ള സ്പേസ് ഇല്ലാതെ പോവുകയും ചെയ്യുന്നു. നെക്സ്റ്റ്, മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്ത്.
കണ്ടിന്യൂസ് ആയിട്ട് ഇൻഫർമേഷൻസ് പ്രോസസ്സ് ചെയ്യുമ്പോൾ മെൻ്റൽ ഫാറ്റീഗ് ഉണ്ടാവുകയും ഇതുമൂലം അസ്വസ്ഥതയും മടുപ്പും തോന്നുകയും നമ്മളുടെ ഡെയിലി ടാസ്ക്സ് പോലും ശരിയായിട്ട് ചെയ്യാനായിട്ട് കഴിയാതെ വരികയും ചെയ്യും. ഈവൻ നമ്മളുടെ സ്ലീപ്പ് പാറ്റേണിനെ പോലും നെഗറ്റീവായിട്ട് അത് ബാധിക്കും. നമ്മളുടെ ഫിസിയോളജിക്കൽ റിപ്പയറിങ്ങും മെമ്മറി കൺസോളിഡേഷനും നടക്കുന്നത് ഉറങ്ങുന്ന സമയത്താണല്ലോ. സോ ഉറക്കം ശരിയായില്ലെന്ന് വന്നാൽ നമ്മളുടെ ഡേ ടു ഡേ ലൈഫ് തന്നെ താളം തെറ്റും. നെക്സ്റ്റ്, ബിഹേവിയറൽ ചേഞ്ചസ്. യെസ്, ഇൻഫർമേഷൻ ഓവർലോഡ് കാരണം നമുക്ക് ബിഹേവിയറൽ ചേഞ്ചസ് പോലും ഉണ്ടാകും. ഇങ്ങനെ ഓവർലോഡ് ആകുന്ന ഇൻഫർമേഷൻസിനോട് കോപ്പ് ചെയ്യാനായിട്ട് പല ആളുകളും ചെയ്യുന്ന ഒരു എളുപ്പവഴിയാണ് അവോയ്ഡൻസ്. എല്ലാ ഇൻഫർമേഷൻ സോഴ്സസും ഒറ്റയടിക്ക് അങ്ങോട്ട് അവോയ്ഡ് ചെയ്യും. ഇത് കാരണം പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല ഇൻഫർമേഷൻസും മിസ്സാവുകയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ ടെക്നോളജിയോട് ഓവർ റിലൈഡ് ആവുന്നത് കാരണം നമ്മുടെ അറ്റൻഷൻ ഫ്രാഗ്മെൻറ്റഡ് ആവും. മറ്റൊരു പ്രധാനപ്പെട്ട കോൺസിക്വൻസ് ആണ് പ്രോക്രാസ്റ്റിനേഷൻ. പ്രോക്രാസ്റ്റിനേഷൻ എന്തൊക്കെ നഷ്ടങ്ങളാണ് വരുത്തുക എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. സോ റിമെമ്പർ, ഇൻഫർമേഷൻ ഓവർലോഡ് നമ്മളുടെ കോഗ്നിറ്റീവ് ഫംഗ്ഷൻസിനെയും മെൻ്റൽ ഹെൽത്തിനെയും പ്രൊഡക്ടിവിറ്റിയെയും ഓവറോൾ വെൽബീയിങ്ങിനെയും എല്ലാം വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ തന്നെ ബാധിക്കും. അങ്ങനെയെങ്കിൽ ഇൻഫർമേഷൻ ഓവർലോഡ് എങ്ങനെയാണ് നമ്മൾ ഓവർകം ചെയ്യുക, എങ്ങനെയാണ് മാനേജ് ചെയ്യുക, അതിനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് സ്ട്രാറ്റജീസാണ് ഇനി പറയാൻ പോകുന്നത്. നമ്പർ 1, പ്രയോറിറ്റൈസ് ഇൻഫർമേഷൻസ്. നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് ഡെയിലി വന്നു പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ടല്ലോ. അവയിൽ ആവശ്യമുള്ളതും മാത്രം തിരഞ്ഞെടുത്ത് ഫോക്കസ് ചെയ്യാനായിട്ട് പഠിക്കാം. നമ്മളെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സിൻ്റെ എല്ലാം ഫീഡിൽ വരുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ആവശ്യമുള്ള ഒന്നും അല്ലല്ലോ. സോ അതിലൂടെ ഒന്നും സ്ക്രോൾ ചെയ്ത് പോകാതെ ആവശ്യമുള്ളത് മാത്രം തിരഞ്ഞെടുത്ത് നോക്കാനായിട്ട് ശ്രമിക്കാം. നമ്പർ 2, ലിമിറ്റ് സോഴ്സസ്. നിങ്ങളുടെ ഫോണിലെ ആപ്സിലൊന്ന് കണ്ണോടിച്ച് നോക്കിക്കേ, എത്ര ആപ്സ് ആണുള്ളത്. അവയിൽ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് ഉണ്ടാവും, ഷോപ്പിംഗ് ആപ്സ് ഉണ്ട്, ന്യൂസ് ആപ്സ് ഉണ്ടാവും, OTT പ്ലാറ്റ്ഫോംസ്, അങ്ങനെ ഒരുപാട് ഉണ്ടായിരിക്കും. ഇവയെല്ലാം നമുക്ക് അത്യാവശ്യമുള്ളത് തന്നെയാണോ? നമ്മൾ അർജൻറ്റായിട്ട് ഒരു മെയിൽ ചെക്ക് ചെയ്യാനായിട്ട് ഫോൺ എടുക്കുമ്പോഴാകും ഏതെങ്കിലും ഷോപ്പിംഗ് വെബ്സൈറ്റിൽ നിന്ന് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ നമ്മളെ ശ്രദ്ധ അതിലേക്ക് പോകും. അങ്ങനെ അതിന് പിന്നാലെ പോയി പിന്നെ ആ വെബ്സൈറ്റിലെ ഓരോ പ്രൊഡക്ട്സ് നോക്കി ഇമെയിലിൻ്റെ കാര്യം അങ്ങോട്ട് മറന്നിട്ടുണ്ടാവും. ഇതാണല്ലോ സ്ഥിരമായിട്ട് സംഭവിക്കാറ്. അത് ഒഴിവാക്കാനായിട്ട് അത്യാവശ്യം വേണ്ടതല്ലാത്ത എല്ലാ ആപ്സും അക്കൗണ്ട്സും ഡിലീറ്റ് ചെയ്ത് കളയാം, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷനെങ്കിലും ഓഫാക്കി വെക്കാം. നമുക്ക് റിലയബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് തരുന്ന സോഴ്സസ് മാത്രം കീപ്പ് ചെയ്യാം. നമ്പർ 3, സ്കെഡ്യൂൾ ഇൻഫർമേഷൻ കൺസംഷൻ. അതെ, ഒരു സ്കെഡ്യൂൾ സെറ്റ് ചെയ്യുക. ന്യൂസ് നോക്കാൻ, ഇമെയിൽ നോക്കാൻ, എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി എല്ലാം പ്രത്യേകം സമയം കണ്ടെത്തുക. സ്ട്രിക്റ്റ് ആയിട്ട് അത് ഫോളോ ചെയ്യുകയും ചെയ്യാം. ഇത് ഡിസ്ട്രാക്ഷൻസ് കുറയ്ക്കാനായിട്ട് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. നമ്പർ 4, യൂസ് ടെക്നോളജി വൈസ്ലി. RSS ഫീഡ്, ന്യൂസ് അഗ്രിഗേറ്റർ, ഇമെയിൽ ഫിൽറ്റേഴ്സ് മുതലായ ടൂൾസൊക്കെ യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻസ് മാത്രം സോർട്ടഡ് ആയിട്ട് നമുക്ക് ലഭിക്കും. നമ്പർ 5, പ്രാക്ടീസ് ഡിജിറ്റൽ ഡീറ്റോക്സ്. മനസ്സിന് ഒരു ബ്രേക്ക് എടുക്കാനും ഒന്ന് റിലാക്സ് ചെയ്യാനുമെല്ലാം ഡിജിറ്റൽ ഡീറ്റോക്സ് പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇത് സ്ട്രെസ്സ് കുറയ്ക്കാനും ഇൻഫർമേഷൻ ഓവർലോഡ് ആകുന്നത് തടയാനും വളരെയധികം ഹെൽപ്ഫുള്ളാണ്. നമ്പർ 6, സ്റ്റേ ഓർഗനൈസ്ഡ്. ടു ഡു ലിസ്റ്റ്, പ്ലാനേഴ്സ്, നോട്ട് ടേക്കിംഗ് ആപ്സ് എന്നിങ്ങനെ പ്ലാനിങ്ങിന് നമ്മളെ സഹായിക്കുന്ന അനവധി ആപ്ലിക്കേഷൻസ് ഇന്ന് അവൈലബിൾ ആണ്. ഇവയിൽ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഉപയോഗിച്ച് ഇൻഫർമേഷൻസും അവ ചെക്ക് ചെയ്യേണ്ട സമയമെല്ലാം ഓർഗനൈസ് ചെയ്യുക. ആൻഡ് നമ്പർ 7, മൈൻഡ്ഫുൾനെസ് ആൻഡ് റിലാക്സേഷൻ ടെക്നിക്സ്. മെഡിറ്റേഷൻ, ഡീപ്പ് ബ്രീത്തിങ് പോലെയുള്ള ടെക്നിക്സ് യൂസ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് മൈൻഡ് റിലാക്സ് ആക്കുക. ഇല്ലെങ്കിൽ സ്ട്രെസ്സ് കൂടാനും പെട്ടെന്ന് എക്സ്ഹോസ്റ്റഡ് ആവാനും ചാൻസസ് കൂടുതലാണ്. സോ ഇൻഫർമേഷൻ ഓവർലോഡ് എത്രത്തോളം ഡ്രെഡ്ഫുൾ ആണെന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്കിപ്പോൾ ഉണ്ടായി എന്ന് കരുതുന്നു. സോ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് ഫോളോ ഫോർ മോർ.